ഭരിക്കുന്നവര് വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം. പഴയ ഏതോ സർവേ പ്രകാരം ആ സ്ഥലം സർക്കാർ ഭൂമിയാണെന്നുള്ള റിപ്പോർട്ടും ഫയലിലുണ്ട്. അതെങ്ങനെ സാധിച്ചെന്നാ? നമ്മുടെ ഹോട്ടലിനപ്പുറത്ത് ഒരു 40 സെന്റ് ചതുപ്പ് ഭൂമിയാണെന്ന് അറിയാലോ. അതവര് വിട്ടു. പകരം രേഖയില് ഇത് സർക്കാർ ഭൂമിയാക്കി. നമ്പരൊന്ന് മാറ്റിയാ മതിയല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ രാഘവ സാറേ ഇപ്പൊ വഴിയില്ലാത്തത്? രേഖകൾക്ക് കൃത്രിമമായി കാലപ്പഴക്കം ഉണ്ടാക്കുന്നതും ക്രമ നമ്പര് തിരുത്തുന്നതും ഒക്കെ സിനിമയിലൊക്കെ നമ്മൾ കാണാറുള്ളതല്ലേ. അത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്റെ ഒരു കണക്കൂട്ടലില് കോർപ്പറേഷൻ ഇപ്പൊ ഇങ്ങനെ ഒരു സർവേ നടത്തിയത് തന്നെ നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമിട്ടിട്ട് തന്നെ. റീസർവേയില് ഈ ഒരു ഭൂമിക്ക് മാത്രമേ പ്രശ്നമുള്ളന്നേ. പ്രകടമായ പല ക്രമക്കേടുകളും കയ്യേറ്റങ്ങളും ഒക്കെ കൺമുന്നിൽ തന്നെയുണ്ട്. അതിലൊന്നും അവർ തൊട്ടിട്ടില്ല. പകരം ഇത് മാത്രമാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ നമ്മുടെ ഹോട്ടൽ മാത്രം ലക്ഷ്യമിടാൻ എന്താ കാരണം? ഇത്രയ്ക്ക് നേർവഴിക്ക് ചിന്തിച്ചു പോലെ രാഘവേട്ട. ഭരിക്കുന്ന മേയർ ആരാണെന്ന് അറിയാലോ. സുസ്മിത. അതെ, സുസ്മിത തന്നെയാണ് പ്രശ്നം. ഇങ്ങനൊരു ആശയം പൊടിതട്ടി എടുത്തത് തന്നെ സുസ്മിതയാ. ഇനി പേരിനൊരു കോർപ്പറേഷൻ മീറ്റിംഗും കൂടി നടത്തി സ്ഥലവും ഏറ്റെടുക്കും. സ്ഥലം ഏറ്റെടുക്കുന്നു? സ്ഥലം ഏറ്റെടുത്ത് അതിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കണ്ടുകിട്ടും. ഹോട്ടലിന്റെ കെട്ടിടം കോർപ്പറേഷന് ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ. കോടികൾ ആസ്തിയുള്ള സ്ഥലവും കെട്ടിടവും. അതേ രാഘവൻ സാറേ, നയാ പൈസ നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, ഭൂമി കയ്യേറിയതിന് കേസും ഉണ്ടാവും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ തന്നെ വകുപ്പുണ്ട്. ഭാമയുടെ പേരില്ലേ ഭൂമി? രാജു, ഇത് തടയാൻ എന്തോ ഒരു വഴി? ഭൂമി നമ്മുടേതാണെന്നുള്ള കാര്യം ഉറപ്പാ. അതൊക്കെ എല്ലാവർക്കും അറിയാം സാറേ. പക്ഷെ ഇതൊക്കെ കോടതിയിൽ തെളിയിച്ചെടുക്കാൻ വർഷങ്ങളെടുക്കും. സിവിൽ കേസല്ലേ. ചിലപ്പോ കേസ് നടത്തുന്നവർ മരിച്ചാലും വിധിയായില്ല എന്നും വരും. പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഹോട്ടലിന്റെ കെട്ടിടം ഇടിച്ചു നിരത്തിയിട്ട് കോർപ്പറേഷന്റെ പുതിയ പൊതു ശ്മശാനം തുടങ്ങാനാ സുസ്മിതയുടെ തീരുമാനമെന്നാ എല്ലാരും പറയുന്നത്. കോർപ്പറേഷനെ അവരുടെ ഇഷ്ടം പോലെ ഭൂമി ഉപയോഗിക്കാമല്ലോ. ഇത് തടയാനൊരു വഴിയുമില്ലെന്നാണോ രാജു പറയുന്നത്? ഒരു വഴിയുണ്ട്. കോടതിയിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റേ ഓർഡർ വാങ്ങാം. പക്ഷേ ജഡ്ജിക്ക് ബോധ്യപ്പെടണം. ഭൂമി കയ്യേറ്റം ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. പിന്നൊരു വഴിയുള്ളത് കളക്ടറാണ്. ജില്ലാ കളക്ടറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ സ്റ്റേ ഓർഡർ കിട്ടും. അതിന്റെ പച്ചയില് കേസ് പറഞ്ഞു നിൽക്കാം. കോർപ്പറേഷനെ കൊണ്ട് നമ്മുടെ ഭൂമിയിലോ ഹോട്ടലിലോ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അതിപ്പോ രേഖകളൊക്കെ ബോധ്യപ്പെടാതെ കളക്ടർ കണ്ണുടച്ചങ്ങ് സ്റ്റേ ഓർഡർ തരുമോ? അത് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന പോലേക്ക് ഇരിക്കും രാഘവൻ സാറേ. വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലല്ലേ. അതുമാത്രമല്ല, പുതിയ കളക്ടർ മനസാക്ഷിയുള്ള ഒരാളാണെന്നാ പൊതുവെയുള്ള സംസാരം. നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഞാൻ കോർപ്പറേഷനിലെ ജീവനക്കാരനാ. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല.
ഇവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ടാ എൻ്റെ വീട്ടിൽ ഇപ്പോഴും അടുപ്പ് പോയുന്നത്. ആ നന്ദിയിലാ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞത്. ശരി, രാജു പോയിക്കോളൂ. രാജുവാ ഈ വിവരം തന്നെന്ന് ആരും അറിയില്ല. ആ ശരി സത്യാമ്മേ. സാറേ. ഓ ശരി രാജു. ആ രാഘവേട്ട ഇപ്പൊ എന്താ ചെയ്യാ? കളക്ടറെ കാണണം ഭാമേ, അതല്ലേ വഴിയുള്ളൂ. കളക്ടറെ കാണാനോ? ഈശ്വര, കുഞ്ഞേച്ചി. ശരി, ഞാൻ പോകാം. സത്യമേ, സത്യമേ ഇപ്പൊ എന്തിനാ കളക്ടറെ കാണുന്നേ? അല്ല മോളെ, നമ്മുടെ വിഷ്ണു ഹോട്ടൽ ഇരിക്കുന്നതേ കയ്യേറ്റ ഭൂമിയിലാണെന്ന്. സുസ്മിത മനഃപൂർവ്വം ഉണ്ടാക്കിയ കുരുക്ക. കളക്ടർ നേരിട്ട് കണ്ട് സ്റ്റേ ഓർഡർ വാങ്ങിക്കാതെ വേറെ വഴിയില്ല. ഭാമ ചെന്ന് കാണട്ടെ. സത്യമ്മ കളക്ടറെ കാണാൻ പോണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മറുപടി പറയടി. അത് എടി എന്താന്ന്? ഭാമേ, ശ്യാമ പറഞ്ഞാ ശരി, നീ കളക്ടറെ കാണാൻ പോണ്ട. ഒരു ദുരനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തവണ കളക്ടറെ കാണാൻ പോയിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചില്ലല്ലോ ഇയാള്. അങ്ങനെ നാണം കെടാനുള്ള ആളല്ല സത്യഭാമ. അതാണോ? അതെ. സത്യഭാമ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ മോളെ. താഴ്ത്തുന്നതും വാഴ്ത്തുന്നതും ഒക്കെ. അതൊക്കെ അനുഭവിച്ചു തന്നെ ഇവിടം വരെ എത്തിയത്. കളക്ടറെ കാണാൻ പോയിട്ട് അയാൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മേ, അത് വേണ്ട. അതെന്താടാ? പുതിയ കളക്ടർ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? നിന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടുവിച്ചതും ഈ കളക്ടറല്ലേ? അതുകൊണ്ട് കൂടി തന്നെ പോണ്ടെന്ന് പറഞ്ഞ ഞാൻ പോയിക്കോളാം. ആടെ നേരിട്ട് കണ്ടൊരു നന്ദിയും പറയല്ലോ. എങ്ങനെയെങ്കിലും ആളെ നേരിട്ട് കണ്ട് കാര്യം നടത്തിയിട്ട് ഞാൻ വരൂ. എങ്കിൽ ശരി. അച്ഛൻ, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടാ ഞാൻ? കളക്ടർ ഒന്ന് കാണാൻ. ആ റോഡിൻ്റെ കാര്യം? അല്ലെങ്കിൽ വേണ്ട, കളക്ടറെ കാണുമ്പോൾ നേരിട്ട് പറയാം. വിഷ്ണുവിന് കളക്ടറെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. വിഷ്ണുവേട്ടൻ കളക്ടറെ കണ്ടാൽ കണ്ണു പൊടി. കാണാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലും ഭൂമിയും പോവും. ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. ഞാനിപ്പോ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ട? പൊന്നി കഴിക്കാൻ എടുത്ത് വെക്കേ. അല്ല, വിഷ്ണു കഴിച്ചിട്ടാണോ പോയത്? അല്ല സത്യമ്മേ, രാവിലെ മുതൽ ഒരു ഗ്ലാസ് ചായ പോലും കഴിച്ചിട്ടില്ല. പച്ചവെള്ളം എങ്ങനെ കുടിക്കും? വിചാരണയിലെ മുഴുവൻ സമയവും ആൾക്കാർ മിണ്ടിയാലും കുഴപ്പം, മിണ്ടിയിലും കുഴപ്പം. സാരമില്ല, ഹോട്ടൽ ബിസിനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇപ്പോഴെങ്കിലും അവനൊന്ന് തോന്നിയല്ലോ. ജോലിയിലുള്ള ശുഷ്കാന്തി കൊണ്ടാ വിഷ്ണു പച്ചവെള്ളം പോലും കുടിക്കാൻ ഇറങ്ങിപ്പോയിരിക്കുന്ന നീ കരുതിയിരിക്കുന്നേ? അതാ ഹോട്ടലിന്റെ കാര്യം ആയതുകൊണ്ടാ. വിഷ്ണു ലോകയെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് താജ്മഹലാ. ശാലിനെ പറ്റിയുള്ള ഓർമ്മകളുടെ, പ്രണയത്തിന്റെ ഒക്കെ താജ്മഹല്. ഭാമേ,
ആ ഹോട്ടലിലെ ഉദ്ഘാടനം നിശ്ചയിച്ച സമയത്ത് നടക്കാതെ നാണം കെട്ട് നിൽക്കുമായിരുന്നു കോടികെട്ടി സത്യഭാമ. അന്ന് പറഞ്ഞ സമയത്ത് തന്നെ ലൈസൻസ് സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് നിന്നെ നാണക്കഴി രക്ഷിച്ചത് ആരാ? ഒന്നും മറക്കാൻ പാടില്ല ഭാമേ. രാഘവേട്ട, ചത്ത കുഞ്ഞിന്റെ ജാതകം എന്തിനാ നോക്കുന്നത്? ചത്ത കുഞ്ഞൊന്നും അല്ല ഭാമേ. ശാലിനി മടങ്ങി വരും, സർവപ്രതാപങ്ങളോടെയും. ഏഴാം കടലിനപ്പുറമാണെങ്കിലും വിഷ്ണു അവളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വരും. എന്നാലേ എനിക്കതൊന്ന് കാണണം. ആ, അത് തന്നെയാണ് ഭൂദേവി സംഭവിക്കാൻ പോകുന്നത്. ശാലിനി, അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ഹോട്ടലിന്റെ ലൈസൻസ് നേടിയെടുത്ത, അതിപ്പോ പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് പറഞ്ഞാൽ വെറൊരു ഹോട്ടലല്ല ഇന്ത്യൻ ശാലിനി സ്വപ്ന സാഫല്യം വരുന്നത്. സുസ്മിതയുടെ കുബുദ്ധിക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ദൈവമേ, പറയുന്നത് സത്യമാണെന്ന് കളക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മതിയായിരുന്നു. എങ്ങനെയുള്ള ആളാണോ പുതിയ കളക്ടർ? എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷെ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസ്. പാവപ്പെട്ടവരുടെ രോഗികളുടെയൊക്കെ കണ്ണീരൊപ്പാനും ആശരണരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനും. സർ, സർ, ഹൗ കെൻ ഐ ഹെൽപ്പ് യു? എനിക്ക് കളക്ടർ എന്ന് കാണണമായിരുന്നു. സർ, കളക്ടർ അല്പം തിരക്കില്ല, ഒരല്പം വെയിറ്റ് ചെയ്യാവോ? എന്താ സർ? ഇങ്ങോട്ടിരിക്കാം. വിഷ്ണുവേട്ടൻ എന്തിനാണ് അവ വന്നത്? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ? മാഡം, അനുപലവി ഒന്ന് അകത്തേക്ക് വരൂ. യെസ് മാഡം.
ആ ഇരിക്കുന്ന ആൾ എന്തിനാ വന്നത്? അയാളാണോ മാഡം? ആ അതെ. എന്തിനാണെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് മാഡത്തിന്റെ റൂം തള്ളി തുറന്ന് കയറാൻ തുടങ്ങി. മാഡം തിരക്കിലാണെന്നും കുറച്ച് വെയിറ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞു. അയാൾ എന്തിനാ വന്നതെന്ന് അന്വേഷിക്കോ? ഇങ്ങോട്ട് വിടട്ടെ മാഡം? വേണ്ട. അനുപല്ലവി തന്നെ. എന്താ മാഡം, അയാളൊരു സ്റ്റാർ ഹോട്ടൽ ഉടമയാ. ആ ഹോട്ടൽ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുക. കോർപ്പറേഷനിൽ നിന്നുള്ള നോട്ടീസാ. സ്വന്തം ഭൂമിയാണെന്നുള്ളതിന് അയാളുടെ കയ്യിൽ രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ കോർപ്പറേഷൻ രേഖകളിൽ സർക്കാർ ഭൂമിയാണത്രേ. അയാൾ പറയുന്നത് കേട്ടിട്ട് സത്യസന്ധതയോടാണെന്ന് തോന്നുന്നു മാഡം. അത് തന്നെയാണ് സത്യം. അത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അനുപല്ലവിക്ക് സത്യസന്ധമാണെന്ന് തോന്നിയില്ലേ? ആ, അനുപല്ലവി എനിക്ക് വിശ്വാസമാണ്. അയാളോട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയും. ഞാൻ സ്റ്റേ ഓർഡർ തരാം. അനു അത് തയ്യാറാക്കി കൊണ്ടുവാ. ഞാൻ സൈൻ ചെയ്തു തരാം. യെസ് മാഡം. നല്ലതേ നടക്കാവൂ. ശരി മാഡം. സുസ്മിതേ, ഞാൻ ഈ സീറ്റിലിരിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി കളിക്കാമെന്ന് കരുതിയോ നീ? കളി നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ രോമത്തെ തൊടാൻ പറ്റില്ല നിനക്ക്.